ലോകം മുഴുവൻ ഒരൊറ്റ പന്തിന് പിന്നാലെ ഓടുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ചില പേരുകളുണ്ട്. അനീതിയുടെ കരങ്ങൾ വേട്ടയാടിയ ചില മനുഷ്യരുടെ കഥ ലോകകപ്പ് വേദികളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മൈതാനങ്ങളിൽ ആർപ്പുവിളികളും ആവേശവും അണപൊട്ടിയൊഴുകുമ്പോൾ കാൽപന്തുകളിയുടെ ആ മഹാമാമാങ്കത്തിലേക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ്. അവിടെ മനുഷ്യത്വത്തിന്റെ, അതിജീവനത്തിന്റെ, ചിലപ്പോഴൊക്കെ വിസ്മരിക്കപ്പെടുന്ന വലിയ നോവുകളുടെ ഉറക്കെയുള്ള വിളിച്ചുപറയൽ കൂടി കേൾക്കേണ്ടതുണ്ട്. അത് വിളിച്ചു പറയാൻ ഒരാളെങ്കിലും എവിടെയെങ്കിലും ശേഷിക്കുമെന്ന് പറയുന്നത് നേരാണ്. അത് നമ്മൾ കണ്ടതാണ്. ലോകം പന്ത് തട്ടുമ്പോൾ ചോരയുറഞ്ഞ മണ്ണിൽ വീണുടഞ്ഞ ചില സ്വപ്നങ്ങളുണ്ട്. ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതയിൽ പൊലിഞ്ഞത് 400-ലധികം കായിക താരങ്ങളുടെ ജീവനാണ്. തങ്ങൾ എന്തിനാണ് ഇല്ലാതാക്കപ്പെടുന്നത് എന്നറിയാതെ 21,000-ലധികം കുരുന്നുകൾ ലോകത്തോട് വിട പറഞ്ഞു. നിസ്സഹായതയുടെ, നിഷ്കളങ്കതയുടെ കണ്ണുകളാൽ ഇസ്രയേൽ സൈന്യത്തെ അവർ നോക്കിക്കാണണം. അതിൽ രാജ്യത്തിനായി പന്ത് തട്ടാനുള്ളവരും ആർപ്പു വിളിക്കാനുള്ളവരും ഉണ്ടായി കാണണം. അവർക്കുമുണ്ടായിരുന്നു ഒരു പെലെ. അയാളുടെ കാലുകളിൽ പന്തുരുളുമ്പോൾ എന്തോ ഒരു അമാനുഷിക ശക്തിയുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. സുലൈമാൻ അൽ ഉബൈദ് എന്നായിരുന്നു പേര്. പ്രതിസന്ധിക്കിടയിലും പ്രതീക്ഷ നൽകിയ പ്രതിഭ. പന്ത് തട്ടി തുടങ്ങിയതാണ്, ആവുന്നതെല്ലാം ചെയ്തതാണ്. ഇസ്രായേൽ ഉപരോധത്തിൽ അയാൾ ഒന്നുമല്ലാത്തവനായി മാറി. 5 മക്കളുടെ വിശപ്പടക്കാൻ ഭക്ഷണത്തിനായി വരി നിൽക്കുന്നതിനിടയിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. ഭക്ഷണം കാത്തുനിന്ന് ആ കുഞ്ഞുങ്ങൾ കണ്ടത് പൊന്നുപ്പയുടെ ചേതനയറ്റ ശരീരം. പുറത്തെവിടേക്കെങ്കിലും പോകണം. അങ്ങനെയെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനാകും. മകൻ നസീം സ്റ്റേഡിയങ്ങളിൽ അവന്റെ ഉപ്പയുടെ പകരക്കാരനായി അവതരിക്കും. സുലൈമാൻ അലുബൈദിന്റെ ഭാര്യ ദുവ നിറകണ്ണുകളാൽ ലോകത്തോട് പറഞ്ഞു. പക്ഷേ ആ അപേക്ഷയ്ക്ക് കാതോർക്കാൻ ലോകത്തിനായിട്ടില്ല. പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞെടുത്ത് തീയതിന്ന് അവർ അതിജീവിക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.